സുഷന്തം പോയ സങ്കടമായിരിക്കും. എടീ, നിന്റെ മനസ്സിലിരിപ്പ് രഹസ്യമാണെന്ന് വിചാരിക്കണ്ട. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അറിഞ്ഞോട്ടെ, എനിക്കെന്താ? ആരെയും സ്നേഹിക്കാൻ ലൈസൻസ് ഉള്ള ആളാണല്ലോ. നടക്കട്ടെ. പക്ഷേ അവനിങ്ങി തിരിച്ചു വരുമെന്ന് വിചാരിച്ച് പുറത്തോളയ്ക്കണ്ട. എനിക്ക് മോതിരിട്ട് വന്നിട്ടാ പോയത്. ഇത് കണ്ടോ? ഇത് പിത്തളയാ. ഇതാന്ന് പറയുമ്പോഴേക്കും കറക്കും. അയ്യോടീ, അവൻ നിന്നെ പറ്റിച്ചു. എനിക്ക് വിശ്വാസമാ അദ്ദേഹം വരും. വരുവോ? വരട്ടെ. പിന്നെ പുഴയിലോ മറ്റോ പോയി കുളിക്കുമ്പോഴേ സൂക്ഷിച്ചോണം. ഊരി വീണ് വല്ല മീനോ മറ്റോ വെട്ടി വിഴുങ്ങിയ മോള് തെണ്ടിയത് തന്നെ. കൊച്ചകന്റെ അമ്മയാണ്. നമസ്കാരം. രാധയെ കാണാൻ വന്നാണ്. ഓഹോ, വന്നാട്ടെ. കൃഷ്ണൻകുട്ടി ചേട്ടനോ? നീ ഏതാ? നിനക്കെന്നെ അറിയോ? എന്നെ കളിയാക്കുകയാണോ? ചിരിക്കുന്നു. എന്ത് വേണം നിനക്ക്? നിങ്ങൾക്കെന്നെ അറിയില്ലേ? അയ്യോ, നിന്നെ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ. ചേട്ടാ, പെണ്ണെ, മാന്യന്മാരെ അവമാനിക്കരുത് കേട്ടോ. നിങ്ങൾ മുമ്പ് ഇവിടെ വന്നതും എന്നെ സ്നേഹിച്ചതും ഓർമ്മയില്ലേ? ഞാൻ ഇതിനു മുമ്പേ ഇവിടെ വരിക, നിന്നെ സ്നേഹിക്ക. പെണ്ണെ, നിനക്ക് ആള് മാറിപ്പോയി കാണും. പിരിയുമ്പോ നിങ്ങൾ എന്റെ വിരലിന്റെ ഒരു മോതിരം ഇട്ട് തന്നില്ലേ? ഞാൻ ഇട്ട് തന്നു. വിരലിലോ മോതിരമോ? അതോ നിന്റെ കയ്യിലോ? എന്നാ അതൊന്ന് കാണട്ടെ. അത് അയവായിരുന്നു എന്റെ വിരലിൽ. പിന്നെ കറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പെട്ടിയിൽ ഒരു വെച്ചു. അസംബന്ധമായ പോകുന്നുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. ഹേയ്, അവിടെ നിക്കണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്നാ കൊണ്ടുവാ. ഇത് ശാകുന്തളത്തിലെ ഒരു വഴിത്തിരിവാണ്. നോക്കാം. അച്ഛനാണത്, ചന്ദ്രൻ സാറിന്റെ അമ്മ. നമസ്കാരം. ഇങ്ങോട്ട് കയറി ഇരിക്കായിരുന്നല്ലോ. എല്ലാ വിവരങ്ങളും ചന്ദ്രൻ പറഞ്ഞു. ഞാൻ മകളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവളെ കണ്ടതുകൊണ്ട്. എന്നാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ, അവളകത്തുണ്ട്. അപ്പോ കേശവൻ, നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? വന്ന ഉടനെ തന്നെ എങ്ങനെ വേദനിപ്പിക്കാന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ചന്ദ്രന്റെ അമ്മയാണ്. എന്താ കുട്ടിക്ക് അസുഖം? ഇന്നലെ മഴവെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് അല്പം പനിയുണ്ട്. മോളെ രാധേ, ഞാൻ എന്റെ മകന് വേണ്ടി യാചിക്കാൻ വന്നിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരുപാട് പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മനസമാധാനം മാത്രം അച്ഛൻ മകന് കൊടുത്തില്ല. അതിവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവന്റെ മനസ്സാവിൻ്റെത്. മോളെ, എന്റെ മുഖത്തേക്ക് നോക്കും മോളെ. ഞാൻ ചോദിക്കുന്നത് എന്റെ മകന്റെ ജീവിതമാണ്, എന്റെ ജീവിതമാണ്. പറയും മോനെ, സമ്മതിക്കും മോനെ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ മോനുമായിട്ട് ഇവിടെ കല്യാണ കാര്യം ഇവിടെ അച്ഛനും ഞങ്ങളുമായിട്ട് പറഞ്ഞ് തീരുമാനിച്ചു ചെയ്തിരിക്കുക. നേരാണോ മോളെ? അതെ, വേണമെങ്കിൽ അവിടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കും. നിൽക്കൂ. ഇതാ, ഇതും കൂടി കൊണ്ടുപോകൂ. ഇത് നിങ്ങളുടെ മകൻ ഇവിടെ തന്നേച്ചു പോയതാ. തിരിച്ചു കൊടുത്തേക്കൂ. എന്റെ മോൻ തന്നതല്ലേ?
ഞാനിത് കൊണ്ടുപോവില്ല. മൂളി പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ആരും കൊണ്ടുപോകുന്നില്ലേ വേണ്ട. നമ്മളാരും ആവശ്യപ്പെട്ടിട്ട് കൊണ്ട് തന്നല്ലോ. നിന്റെ കല്യാണം, എനിക്കൊരു കല്യാണവും വേണ്ട. ഇതിന്റെ നാവിയാനടികള് എന്ത് വന്നാലും നീ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. എന്റെ ഇഷ്ടം ചോദിച്ചില്ല. ഇല്ല, ചോദിക്കത്തുമില്ല. ഞങ്ങൾ നടത്താൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ ഒന്ന് കൊന്നു കളഞ്ഞൂടെ? ചേട്ടനെ ഈ പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ചേട്ടനെ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളങ്ങ് നടത്തിയാൽ മതി. കല്യാണം കഴിഞ്ഞാൽ നാണക്കുട്ടം നോക്കിക്കോളും ബാക്കി കാര്യം. പിന്നെ നമ്മൾ അല്പം ബുദ്ധിയായിട്ട് നടക്കണമെന്നാ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇല്ലാണ്ടായി പോയി പണം. ഞാൻ പറയുന്ന ചേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ. അമ്മേ, അമ്മ എവിടെ പോയിരുന്നു? ഞാനേ കോവിലകത്ത് ഭഗവതി ക്ഷേത്രം വരെ ഒരു വഴിപാടിന് വേണ്ടി. നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കാൻ വേണ്ടി. നീ എപ്പോ വന്നു പോലെ? ഞാൻ ഊണിന് മുമ്പ് പോന്നു. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിടട്ടെ. കൃഷ്ണൻകുട്ടി, അമ്മ എങ്ങോട്ട് പോകുമ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ, ഇന്നെന്താ? രാവിലെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കൊച്ചമ്മയ്ക്ക് തോന്നി ക്ഷേത്രത്തിൽ പോകണമെന്ന്. ഉടനെ പുറപ്പെട്ടു, പോയി തൊഴുതു, പ്രസാദം വാങ്ങിച്ചു, തിരികെ വന്നു. രാധേ, രാധേ, എന്തു വേണം? ഞാൻ രാധയെ ഒന്ന് കാണാൻ വന്ന. എന്തിനാ? നിനക്കെന്താടി ഒരു ദേഷ്യം? എന്തിനാ ഇങ്ങോട്ട് വന്നു എന്നാ ചോദിച്ചത്? നമ്മുടെ കല്യാണം നടക്കാൻ പോണല്ലേ. നടത്തുന്നവർ ദിവസം നിശ്ചയിക്കും, നടത്തുകയും ചെയ്യും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ശരി, അവന്റെ അമ്മ വന്നപ്പോ നിന്റെ മനസ്സങ്ങ് മാറിപ്പോയോ? ഓ, അല്ലെങ്കിൽ നിനക്ക് അവനോട് ഇപ്പൊ സ്നേഹമായിരിക്കും. എന്താടി മിണ്ടാ നിൽക്കുന്നത്? അതെ, സ്നേഹമാ. നാണുകുട്ട ചേട്ടൻ എന്ത് വേണം? എന്നാ പോടി അവന്റെ കൂടെ. പോകും. പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടി, പണക്കാരൻ തന്നെ. പണം തന്നെ നിന്നെ ചൂണ്ടയിടുകയായിരുന്നു. നീയോ അത് കുടുങ്ങി. അകത്ത് ചേച്ചിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ട്. അവൾ കുഞ്ഞിനെ വെച്ച് വളർത്തുന്നുണ്ട്. നടക്കട്ടെടി, നടക്കട്ടെ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ ഈ നാണക്കുട്ടിനൊഴിഞ്ഞോറൊന്നും വിചാരിക്കട്ടെ.